വയനാട്ടിലെ കോൺഗ്രസിന്റെ ഭവന പദ്ധതിക്കെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച പ്രതിഷേധം സമരാഭാസമെന്ന് കോൺഗ്രസ്. സർക്കാർ ഉദ്ഘാടനം ചെയ്ത ടൗൺഷിപ്പ് താമസയോഗ്യമായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഭവന പദ്ധതി നടപ്പിലാക്കിയെന്ന ചിത്രം ജനങ്ങൾക്ക് മുന്നിൽ സൃഷ്ടിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും കോൺഗ്രസ് ജില്ലാ നേതൃത്വം കുറ്റപ്പെടുത്തുന്നു. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, ഇന്നലെ നമ്മൾ കണ്ടതാണ് കോൺഗ്രസ് ഈ ഭവന പദ്ധതിക്കായി തെരഞ്ഞെടുത്ത സ്ഥലത്ത് ഒരു കല്ല് പോലും ഇട്ടിട്ടില്ല എന്ന് വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ കുടിൽ കെട്ടിയുള്ള സമരം. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇത്തരത്തിൽ കൊഴുക്കുന്ന സമയത്ത് കോൺഗ്രസിന് ചെറുതല്ലാത്ത ക്ഷീണം തന്നെ ആ ഒരു പ്രതിഷേധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അതിനുശേഷം ഇപ്പോൾ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് കോൺഗ്രസ് എത്തുകയാണ്. എന്താണ് കോൺഗ്രസിന്റെ വാദങ്ങൾ? ആര്യ റീജിത്ത്, കഴിഞ്ഞ മാസം 26-നാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ച ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരു മാസം പിന്നിടുമ്പോഴും യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് വലിയ വിമർശനമായി ഉയരുന്നത്. ഇന്നലെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അവിടെ കുടിൽ കെട്ടിയുള്ള ഒരു പ്രതിഷേധം തന്നെ കണ്ടു. ആ പ്രതിഷേധം വലിയ രീതിയിലുള്ള ഒരു വാക്കേറ്റമാകുന്നതൊക്കെ നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. ആ രീതിയിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള ഒരു സമര പരിപാടികളിലേക്കാണ് ഇപ്പോൾ CPM-ഉം ഒപ്പം തന്നെ പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ ഒക്കെ കടക്കുക ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ ഇതിനൊരു പ്രതിരോധം തീർക്കുന്നത് എന്താണ് സർക്കാരിന്റെ ടൗൺഷിപ്പിന്റെ നിലവിലെ സാഹചര്യം എന്ന് ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഒരു ഉദ്ഘാടനം നടത്തി അതിൽ കവിഞ്ഞ് മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അവിടെ ആളുകൾക്ക് കയറി നിൽക്കാനുള്ള അല്ലെങ്കിൽ അവിടെ താമസിക്കാനുള്ള ഒരു സാഹചര്യമില്ല. അതിനാൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന നിലയിലാണ് ഈ വയനാട്ടിലെ ടൗൺഷിപ്പിനെ സർക്കാർ കണ്ടത് എന്നുള്ള ഒരു പ്രതിരോധം ഉയർത്തിയാണ് ഈ കാര്യങ്ങളെ കോൺഗ്രസ് നിലവിൽ നേരിടുന്നത്. ഇന്നലെ നമുക്കറിയാം ഇങ്ങനെ ഒരു പ്രശ്നം, ഒരു പ്രതിഷേധമൊക്കെ വയനാട്ടിൽ ഉണ്ടായ സമയത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം കോൺഗ്രസിന്റെ ഭൂമിയിലേക്ക് വന്നാൽ അവിടെ നിന്ന് അടിച്ചോടിക്കും എന്നുള്ളതാണ്. അങ്ങനെ രൂക്ഷമായ ഭാഷയിലുള്ള ഒരു പ്രതികരണം കൂടി പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുണ്ടാകുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ആ രീതിയിൽ തന്നെ ഒരു സമരാഭാസമാണ് ഡിവൈഎഫ്ഐ നടത്തിയത് എന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വവും വിമർശിക്കുന്നത്. അങ്ങനെ ഇരുവിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഏത് നിലയിലുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ സഹായങ്ങൾ അത് ഈ ദുരന്തബാധിതർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. സർക്കാരിന്റെ ടൗൺഷിപ്പിൽ ആളുകൾക്ക് കയറി നിൽക്കാൻ കഴിയില്ല, അവിടെ താമസിക്കാനുള്ള സൗകര്യമില്ല എന്നുള്ള വിമർശനം കോൺഗ്രസ് ഏതായാലും ശക്തമായി തന്നെ ഒരു പ്രതിരോധം എന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം വീടെവിടെ കോൺഗ്രസ് എന്ന ചോദ്യം ഉയർത്തി ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ തീരുമാനം. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.